بسم الله الرحمن الرحيم. فما أوتيتم من شيء فمتاع الحياة الدنيا وما عند الله خير وأبقى للذين آمنوا وعلى ربهم يتوكلون والذين يجتنبون كبائر الإثم والفواحش وإذا ما غضبوا هم يغفرون والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم ومما رزقناهم ينفقون والذين إذا أصابهم البغي هم ينتصرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1694 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായമായ സൂറത്ത് ശൂറയിലെ 36 മുതൽ 39 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فما أوتيتم من شيء فمتاع الحياة الدنيا وما عند الله خير وأبقى للذين آمنوا وعلى ربهم يتوكلون والذين يجتنبون كبائر الإثم والفواحش وإذا ما غضبوا هم يغفرون والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم ومما رزقناهم ينفقون والذين إذا أصابهم البغي هم ينتصرون. صدق الله العلي العظيم. സൂറത്ത് ശൂറയിലെ 36 മുതൽ 39 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ, വിശേഷിച്ച് അവരുടെ കൂട്ടത്തിലെ നിഷേധികളായി, ബഹുദൈവത്വത്തിന്റെ ആളുകളായി നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രബോധന ദൗത്യത്തിനോട് പ്രതികൂലമായി പ്രതികരിച്ചുകൊണ്ട് അവരുടെ അവിശ്വാസത്തിൽ മുരടുറപ്പിച്ച് നിലകൊള്ളുന്ന ആളുകളെ കേൾപ്പിക്കുന്ന വിധത്തില് ചില ദൈവിക ദൃഷ്ടാന്തങ്ങൾ വിവരിക്കപ്പെടുകയായിരുന്നു പിന്നിട്ട ആയത്തുകളിലായിട്ട്. ഇന്നലെ നമ്മൾ പഠനവിധേയമാക്കിയ ആയത്തിൽ അള്ളാഹു പർവ്വത സമാനമായ ആകാരവും സ്വഭാവവും ഒക്കെ തോന്നിപ്പിക്കുന്ന വിധത്തില് സമുദ്രത്തിന്റെ ഉപരിതലത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ച് നീങ്ങുന്ന കപ്പലുകളെ പരാമർശിച്ചുകൊണ്ട് അവ അള്ളാഹുവിന്റെ ആയാത്തുകളിൽ പെട്ടതാണ് എന്നത് വിവരിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അള്ളാഹുവിന്റെ ആയാത്തുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പരാമർശിക്കുന്ന പല സംഗതികളും മനുഷ്യന്റെ ഇടപെടലിലൂടെയോ പ്രയത്നങ്ങളിലൂടെയോ ഒക്കെ മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയവയൊക്കെ ആയിരിക്കും. അത് പ്രപഞ്ചത്തിലെ ഓരോ സംഗതിയെയും എങ്ങനെ നോക്കിക്കാണണം എന്നത് ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവയെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായി മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. മനുഷ്യന്റെ പ്രയത്നമായാലും സ്വാഭാവികമായി പ്രപഞ്ചത്തിൽ രൂപപ്പെട്ടു വരുന്ന സംഗതികളായാലും അതൊക്കെയും തന്നെ ദൈവികമായ ആസൂത്രണത്തിന്റെയും നിർവഹണത്തിന്റെയും ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത് എന്നത് തൗഹീദിന്റെ ആ പ്രപഞ്ച സാകല്യത്തിലെ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കും.
മറിച്ച് മനുഷ്യന്റെ കേവലമായ നേട്ടങ്ങളായിട്ട് അവയെ മനസ്സിലാക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കാര്യങ്ങളുടെ അകക്കാമ്പ് ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് അത് വെളിപ്പെടുത്തുന്ന കാര്യം. അപ്പൊ ഇവിടെ പർവ്വതങ്ങൾ പോലെ കാണപ്പെടുന്ന വിധത്തില് സമുദ്രത്തിന്റെ ഉപരിതലത്തില് കപ്പലുകൾ, അവയെ കുറിച്ചാണ് അല്ലാഹു വമിന ആയാത്തിഹി എന്ന് സൂചിപ്പിക്കുകയുണ്ടായത്. മനുഷ്യന്റെ പ്രയത്നം കൊണ്ടൊക്കെ തന്നെ നിർമ്മിക്കപ്പെട്ടവയാണത്. പക്ഷേ ഈ കപ്പല് അതിന്റെ ലക്ഷ്യം പ്രാപിക്കുന്നതും അതിന്റെ ദൗത്യം നിർവഹിക്കുന്നതും ഒക്കെ അതിൽ വളരെ സൂക്ഷ്മമായ ഓരോ കാര്യവും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് എന്നത് നമുക്ക് അവയെ നിരീക്ഷിച്ചാൽ എളുപ്പം മനസ്സിലാവും. അള്ളാഹു ചൂണ്ടിക്കാണിച്ചത് വയ്യശ യുസ്കിനി റീഹ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ കാറ്റിനെ നിശ്ചലമാക്കി നിർത്തുമായിരുന്നു, ഇല്ലാതെ ആക്കുമായിരുന്നു. അങ്ങനെ വരുമ്പോ കപ്പലുകള് ഭൂമിയുടെ അല്ലെ സമുദ്രത്തിന്റെ ഉപരിതലത്തില് അങ്ങനെ നിശ്ചലമായി ഉറച്ച് നിൽക്കുന്ന അവസ്ഥയാകും, ചലനമില്ലാണ്ടായി പോകും. തീർച്ചയായിട്ടും അതില് സഹനവും കൃതജ്ഞതയും ഒക്കെ കാണിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദൈവിക പ്രതിഭാസങ്ങളാണ് ആ സംഗതികളിൽ കാണാൻ കഴിയും. മനുഷ്യര് നമ്മള് ഏതാനും ആയത്തുകൾ മുകളിലായിട്ട് വായിക്കുകയുണ്ടായി. നിരാശ കൊണ്ടവരായി മാറിയ ഒരു സന്ദർഭത്തിൽ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് അവനാണ്. മഴയൊക്കെ സ്വാഭാവികമായി പ്രകൃതിയുടെ ഈ ചാക്രികതയിൽ വരുന്ന ഒരു കാര്യമല്ലേ എന്നൊക്കെയാണ് അള്ളാഹുവിനെ ഉൾക്കൊള്ളാത്ത ആളുകൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യും. എന്നാൽ വേനൽ ചൂട് കടുത്തതാവുകയും റമദാനിലെ വ്രതാനുഷ്ഠാനം പൂർത്തീകരിച്ച് ഷവ്വാലിലെ സിത്തു ഷവ്വാലിലെ 6 നോമ്പ് നിർവഹിക്കാനൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കടുത്ത ചൂട് എങ്ങനെ ഈ ചൂടില് തുടർന്നുള്ള ബാക്കി നോമ്പുകൾ അനുഷ്ഠിക്കുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരു തേട്ടം അവരിൽ നിന്നുണ്ടാവുന്നുണ്ട്. നോക്കി നിൽക്കെ നമ്മളതാ ഇന്നലെയും ഇന്നും ഒക്കെ സമൃദ്ധമായ മഴ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന, ചൂടിനെ വല്ലാതെ ഇല്ലാതാക്കി അതിനെ നിയന്ത്രിക്കുന്ന വിധത്തിലുള്ള ഒരു ദൈവിക ഇടപെടലായിട്ട് പെയ്തിറങ്ങുന്നത് നമ്മൾ കാണുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ യുക്തിതലം കേവലം നമ്മുടെ ദൈവരാഹിത്യ മനസ്സിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് കാണുമ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് എന്ന് മാത്രം തോന്നുന്ന ആളുകൾ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാവുന്നത് അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നവർ മാത്രമാണ്. അവർക്കത് വേഗം മനസ്സിലാവും. മനുഷ്യ മനസ്സുകളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന തേട്ടങ്ങൾ, ഹുവല്ലദീ അൻസലൽ ഗൈസ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുകളിൽ വായിച്ചല്ലോ, മഴ സമൃദ്ധിയോടുകൂടി വർഷിപ്പിച്ചു തരുന്നത് അവനാണ്. മീൻപാഴുതി മാഖനത്തു, അവര് വല്ലാതെ നിരാശ ബാധിച്ചവരായി അല്ലെങ്കിൽ വിഷമം നേരിടുന്നവരായിക്കൊണ്ട് അള്ളാഹുവിനോട് തേടുന്നവരായി മാറുന്ന ഘട്ടത്തിൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് നൽകുന്ന പ്രകൃതിയിൽ തന്നെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള പല സൂചനകളുമാണ്. കപ്പലിന്റെ കാര്യത്തിലും സമുദ്രത്തില് തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന കപ്പലുകൾ ചലിക്കുന്നത് അത് പ്രകൃതിപരമായ ചില വ്യതിയാനങ്ങള് കാലാവസ്ഥയിലും അതുപോലെ കാറ്റിന്റെ ചലനത്തിലൊക്കെ ഉണ്ടാകുന്നതോടുകൂടി നിശ്ചലമാവുന്നത്, ഇതൊക്കെ മനുഷ്യന് ദൈവിക സംവിധാനങ്ങളെ കുറിച്ചും അവന്റെ ക്രമീകരണങ്ങളെ കുറിച്ചൊക്കെ ബോധമുള്ളവരാകാൻ വളരെയേറെ അവനിൽ ആലോചന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിടെ പറഞ്ഞത് സബ്ബാറും ഷക്കൂറുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതില് തീർച്ചയായിട്ടും വലിയ ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവയെ അങ്ങ് താഴ്ത്തിക്കളയാൻ, മുക്കിക്കളയാൻ, നശിപ്പിച്ചു കളയാൻ അവന് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില ദുഷ്ചെയ്തികൾ മാത്രം കാരണമായിട്ട് മതി. അങ്ങനെ പലപ്പോഴും അള്ളാഹു ചെയ്യുന്നുമുണ്ട്.
പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. അള്ളാഹു ഒട്ടേറെ സന്ദർഭങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുകയാണ് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുകയുണ്ടായത്. എന്നിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകള് അവര് ഈ വലിയ ആക്ഷേപത്തുകൾ നേരിടുമ്പോഴാണ് മനസ്സിലാക്കുക അവർക്ക് അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ടും അള്ളാഹുവിനെ കൈയൊഴിഞ്ഞുകൊണ്ടുമുള്ള ഒരു നിലപാട് സ്വീകരിച്ചു പോന്ന ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്ത മറ്റൊരു മടക്ക സങ്കേതവും അവർക്കില്ല, അവർക്ക് വേറെ എങ്ങോട്ടും ഓടിച്ചെല്ലാനില്ല എന്ന കാര്യം അവർ തിരിച്ചറിയല് അങ്ങനെ അവര് വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിലായിരിക്കും. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നലെ പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. എന്നിട്ട് വീണ്ടും മക്കയിലെ അഭിസംബോധിതരെ തന്നെ അവരുടെ ശ്രദ്ധയിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുവരുന്ന വിധത്തില് അവരുടെ മനോഘടനയും അവരുടെ ഔദ്ധത്യബോധവും നിലപാടും ഒക്കെ ഒന്നുകൂടി അതിനെക്കുറിച്ച് അവരെ ഉണർത്തുന്ന വിധത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ അവരുടെ ശ്രദ്ധ ഉണർത്തുന്നത്. നമുക്ക് ആ ആയത്തുകളൊന്ന് ശ്രദ്ധാപൂർവം വായിച്ചു നോക്കാം. ഫമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തി ദുനിയ. നിങ്ങൾ എന്തൊക്കെ തന്നെ വിഭവങ്ങള് ഈ ഭൗതിക ലോകത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിലൊക്കെയാണ് നിങ്ങളിപ്പോ വലിയ നികളിപ്പും തലയെടുപ്പും ഒക്കെ കാണിക്കുന്നത്. നിങ്ങൾ സമ്പന്നരാണ്, വിഭവങ്ങൾ നൽകപ്പെട്ടവരാണ്, ഐശ്വര്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്, വലിയ സമൃദ്ധിയുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, സൈനിക ബലമുണ്ട് എന്നൊക്കെയുള്ള നിലക്ക് നിങ്ങൾ അതിന്റെ പേരിൽ വലിയ അഭിമാനം കൊള്ളുകയോ അല്ലെങ്കിൽ അഹന്ത പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാൽ അള്ളാഹു പറയുന്നത് ഫമാ ഊതീതും മിൻ ശൈഇൻ, എന്തൊക്കെ തന്നെയാണ് നിങ്ങൾ ഈ ഭൗതിക ലോകത്ത് നൽകപ്പെട്ടവരായിട്ടുള്ളത് എങ്കിലും അത് ഏത് തരം ഏത് വിഭാഗത്തിൽ പെടുന്ന അനുഗ്രഹങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിലും അതിന്റെ പേരിലൊന്നും നിങ്ങൾ നിഗളിപ്പ് കാണിക്കാൻ യാതൊരു വകുപ്പുമില്ല. കാരണം എന്താണ്? മതാഉൽ ഹയാത്തി ദുനിയ, അതൊക്കെ ഈ ഭൗതിക ലോകത്തെ ജീവിതഘട്ടത്തില് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന നശ്വരമായ ചില വിഭവങ്ങൾ മാത്രമാണ്. അതൊന്നും എന്നെന്നും നിലനിൽക്കുന്നതോ നിങ്ങൾക്ക് എന്നെന്നും അതിന്റെ പേരിൽ ഊറ്റം കൊള്ളാൻ കഴിയുന്നതോ ഒന്നുമല്ല. വളരെ താൽക്കാലികമായ വളരെ നൈമിഷികമായ ഗുണം മാത്രം നൽകുന്ന സംഗതികളാണ് അവയൊക്കെ തന്നെ. ഭൗതിക ലോകത്ത് നിങ്ങൾ എന്തൊക്കെ നിയമത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ബുദ്ധിവൈഭവമാകാം, നിങ്ങളുടെ പല നൈപുണ്യങ്ങളുമാവാം, നിങ്ങളുടെ സൗന്ദര്യമാവാം, സമ്പത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സ്റ്റേറ്റസ് ആവാം. അതുപോലെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ അഭിമാനം കൊള്ളുന്നത് എങ്കിലും അതൊക്കെ തന്നെ തൽക്കാലത്തേക്കുള്ള ഒരു ഏർപ്പാട് മാത്രമാണ്. ഭൗതിക ലോകത്തേക്ക് മാത്രം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ചില മതാഉൽ ഹയാത്തി ദുനിയ മാത്രമാണ് അത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അതൊന്നും നിലനിൽക്കുന്നതല്ല, അതൊക്കെ താൽക്കാലികമാണ്, നശ്വരമാണ്, അതുപോലെ വളരെ പരിമിതവുമാണ്. തീർന്നു പോകുമെന്ന് ആശങ്കിക്കാത്തതായിട്ട് മനുഷ്യന്റെ കയ്യിൽ ഒരു വിഭവമില്ല. അവന്റെ ആയുസ് തീരും, സൗന്ദര്യം നശിച്ചു പോകും, വിഭവങ്ങൾ തീർന്നു പോകും. അങ്ങനെ മനുഷ്യന് ഈ ഭൗതിക ലോകത്ത് നൽകപ്പെട്ടിട്ടുള്ള എന്ത് മത്താണെങ്കിലും അതൊക്കെയും തന്നെ തീർന്നു പോകാൻ എല്ലാ നിലക്കും സാധ്യതയുള്ളതാണ്. ഒരാളുടെ പ്രശസ്തി പോലും മങ്ങിപ്പോകാനും നേരെ മറിച്ചുള്ള വിപരീതമായ ഒരവസ്ഥയിലേക്ക് അയാൾ ചെന്ന് ചാടാനും ഒക്കെ സാധ്യത ഉള്ളതാണ്. നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അധികാരത്തിന്റെയോ സ്ഥാനത്തിന്റെയോ പദവിയുടെയോ പേരിൽ പ്രസിദ്ധിയും പ്രശസ്തിയും ഒക്കെ നേടിയ ആളുകള് അവരുടെ മുഖം വലിച്ചു കീറപ്പെടുന്ന വിധത്തിലുള്ള പല അവരെ വളരെ വികൃതമായ രൂപങ്ങളാക്കി മാറ്റുന്ന വിധത്തിലുള്ള പല വെളിപ്പെടലുകളും ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് പോലും അത് കാരണമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.
രാജ്യത്തിന്റെ മേൽ യുദ്ധം അടിച്ചേൽപ്പിച്ചതിന് അങ്ങനെ ചെയ്ത ആളുകൾക്കുള്ള കാരണം അവരുടെ മുഖം വികൃതമാവുന്ന ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായി എന്നതാണ്. അതിൽ നിന്ന് ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുന്നത് എന്ന വിധത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചു എന്നത് ഭൗതിക ലോകത്ത് എന്ത് പ്രിവിലേജാണ് ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതെങ്കിലും അതൊക്കെയും താൽക്കാലികമാണ്, തീർന്നു പോകുന്നതാണ്, നശ്വരമാണ്. ഇതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അപ്പോ അതിന്റെ പേരിലൊന്നും ആരും ഒരു നിഗളിപ്പും കാണിക്കുന്നത് ബുദ്ധിപൂർവകമായ ഒരു നിലപാടല്ല. ഇവിടെ മക്കയിലെ അഭിസംബോധിതരായ ആളുകളെ വിശേഷിച്ച് ചില കാര്യങ്ങള് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ സംഗതികൾ ഇവിടെ പറയുന്നത്. മക്കയിലെ ഖുറൈശി സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവര് പല കാരണങ്ങളാലും വലിയ പൊങ്ങച്ചം കാണിക്കാൻ കാരണമായ ഒരു ഔന്നത്യമൊക്കെ അവർക്ക് അറബ് ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പലപ്പോഴും അതിന്റെ നിഗളിപ്പിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും നിഗളിപ്പ് കാണിക്കാൻ പറ്റുന്ന വിധത്തിലല്ല ഭൗതിക ലോകത്ത് ഒരാൾക്കും ലഭിക്കുന്ന ഒരു തരം അനുഗ്രഹവും. അതൊക്കെ താൽക്കാലികമാണ്, നശ്വരമാണ്, തീർന്നു പോകുന്നതാണ് എന്നതാണ് വസ്തുത. ഫമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തി ദുനിയ. നിങ്ങൾ എന്ത് നൽകപ്പെട്ടിട്ടുള്ള അവസ്ഥയാണെങ്കിൽ അതൊക്കെ തന്നെയും ഈ ഹയാത്തു ദുനിയായുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഭവങ്ങൾ മാത്രമാണത്. എന്ന് പറഞ്ഞാൽ ആ ഹയാത്തു ദുനിയായുടെ മതാവിന്റെ പ്രത്യേകത അത് തീർന്നു പോകും, അത് നശിച്ചു പോകാനിടയുണ്ട്, താൽക്കാലികമാണ് എന്നതൊക്കെയാണ്. വമാ ഇൻദല്ലാഹി ഖൈറും വഅബ്ഖ. എന്നാൽ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന അവന്റെ അടുക്കലുള്ള വിഭവങ്ങൾ, അതാണ് അള്ളാഹു അവന്റെ പാശത്തിൽ പിടിച്ച് നിലകൊള്ളാൻ സന്നദ്ധരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രതിഫലമായിട്ട് വാഗ്ദാനം ചെയ്യുന്നത് ആ വിഭവങ്ങളാണ്. ആ വിഭവങ്ങളുടെ പ്രത്യേകത എന്താണ്? അതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. വമാ ഇൻദല്ലാഹി ഖൈറും വഅബ്ഖ. അള്ളാഹുവിന്റെ അടുക്കൽ എന്താണോ ഉള്ളത്, അപ്പൊ ഈ ഭൗതിക ലോകത്തുള്ളതും അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തന്നെയാണ്, അള്ളാഹു കൊടുത്തതുമാണ്. പക്ഷെ പാരത്രിക ലോകത്തേക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾക്കായിട്ട് അവർക്ക് മാത്രമായിട്ട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന ചില വിഭവങ്ങളുണ്ട്. അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വമാ ഇൻദല്ലാഹി ഖൈറുൻ. അള്ളാഹുവിന്റെ അടുക്കലുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണോ അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത്, ഏറ്റവും ഉത്തമമായത്. അതിന്റെ ഗുണത്തിലും ഇനങ്ങളിലും അതിന്റെ അളവിലും ഒക്കെ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായത് അതാണ്. തീർന്നു പോകില്ല, ഏറ്റവും നല്ലതാണ്, അതുപോലെ താൽക്കാലികമല്ല, എന്നെന്നും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലുള്ളതാണ്. ഇതാണ് അള്ളാഹുവിന്റെ അടുക്കല് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന വിഭവങ്ങൾ. വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖ. നശ്വരമല്ലാത്തതും അക്ഷയമായതുമാണ്. അബ്ഖ എന്ന് പറഞ്ഞാൽ ബാക്കിയാവുന്നത്, അവശേഷിക്കുന്നത്, എന്നെന്നും അവശേഷിക്കുന്നത്. അത് തീർന്നു പോവാത്ത അക്ഷയമായ വിഭവങ്ങളാണ്. ഭൗതിക ലോകത്തെ ഒരു വിഭവത്തിനെ കുറിച്ചും അങ്ങനെ പറയാൻ കഴിയില്ല. ഖൈറും വഅബ്ഖ എന്നത് ഭൗതിക ലോകത്തെ വിഭവങ്ങളെ കുറിച്ച് പറയാൻ കഴിയില്ല. ഏറ്റവും ഉത്തമമായതാണെന്നോ ഇനി അതല്ലെങ്കിൽ എന്നെന്നും നിലനിൽക്കുന്നതും അവശേഷിക്കുന്നതുമാണ് എന്നോ ഈ ഭൗതിക ലോകത്തെ മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു വിഭവത്തിന്റെ കാര്യത്തിലും പറയാൻ കഴിയില്ല. എല്ലാം തീർന്നു പോകും, നശ്വരമാണ്, അതുപോലെ പല വിധത്തിലുള്ള പരിമിതികൾ ഉള്ളതുമാണ്. എന്നാൽ പാരത്രിക ലോകത്ത് നൽകപ്പെടുന്ന വിശ്വാസികൾക്കായി അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള വിഭവങ്ങൾ അങ്ങനെയല്ല. വമാ ഇൻദല്ലാഹി ഖൈറും വഅബ്ഖ. അത് ആർക്കാണ്? ഖൈറും അബ്ഖയുമായിട്ടുള്ള വിഭവങ്ങൾ ആർക്കുള്ളതാണ്? ലില്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. ലില്ലദീന ആമനു, വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരായവർക്ക്. അതുപോലെ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവര് യാതൊരു ഭയവിഹ്വലതയിലും അകപ്പെടുന്നവരല്ല. ഏതവസ്ഥയിലാണെങ്കിലും അവര് റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ടാണ് നിലകൊള്ളുന്നത്.
അവരുടെ സൗഭാഗ്യങ്ങളൊക്കെയും അവന്റെ കയ്യിലാണ്. അവനത് അവർക്ക് ആവശ്യമുള്ളപ്പോ ഏറ്റവും ഉചിതമായ വിധത്തിൽ നൽകിക്കൊണ്ടിരിക്കും. ഒന്നിന്റെ പേരിലും അവർക്ക് ആശങ്കയില്ല. ഇനി മരണത്തെ നേരിടേണ്ടി വരികയാണെങ്കിലും അവരതില് വെപ്രാളപ്പെടുകയോ പ്രയാസപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ അങ്ങനെയുള്ള ചില ചിത്രങ്ങൾ കാണുന്നുണ്ട്. ശത്രുക്കള് അതിഭീകരമായ ആക്രമണങ്ങൾ അഴിച്ചു വിടുമ്പോഴും യാതൊരു വിധത്തിലുള്ള ചാഞ്ചല്യവും കാണിക്കാതെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ സന്നദ്ധരായിക്കൊണ്ട് പോരാട്ടരംഗത്ത് നിലകൊള്ളുന്ന ചില ആളുകളുടെ ചിത്രങ്ങളാണ് നമുക്ക് ഈ കാലഘട്ടത്തില് നമ്മുടെ കൺമുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഇത് അള്ളാഹുവിലുള്ള സമർപ്പണത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു രൂപമാണ്. അപ്പൊ ഈ ആളുകള് ഈ അള്ളാഹുവിടെ പറയുന്ന നിത്യമായി നിലനിൽക്കുന്ന വിഭവങ്ങള്, എല്ലാ വിധത്തിലും ഉത്കൃഷ്ടമായ ഉത്തമമായ വിഭവങ്ങള്, അത് അള്ളാഹുവിന്റെ അടുക്കല് ആർക്കു വേണ്ടി സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്? ലില്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസം ഉൾക്കൊണ്ടവര്, അതേപോലെ സകല സംഗതികളും തങ്ങളുടെ റബ്ബിന്റെ മേൽ ഭരമേൽപ്പിച്ച ആളുകൾ. അങ്ങനെ ഭരമേൽപ്പിച്ച ആളുകളുടെ കാര്യത്തില് അവർക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്നതിൽ ഒരുപക്ഷെ മറ്റുള്ളവരെക്കാളൊക്കെ മുൻപന്തിയിലായിരിക്കും. പക്ഷെ അവരെ ആശങ്കയോ വേവലാതിയോ ഒന്നും പിടികൂടില്ല. കുടുംബം, മക്കള്, അതുപോലെ ഇണ, അങ്ങനെയൊക്കെയുള്ള പല സംഗതികളും പലപ്പോഴും നമ്മളെ പലതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നുണ്ടാവും. ചിലപ്പോഴൊക്കെ അവയൊക്കെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് നമ്മൾ തന്നെ കണ്ടെത്തുന്നുണ്ടാവും. ഇത് മനുഷ്യന്റെ ചാപല്യമാണ്. എന്നാൽ വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുവിൽ സമർപ്പിക്കുകയും ചെയ്ത ആളുകൾ അവര് ജീവിച്ചിരിക്കുന്ന ഘട്ടത്തില് ഏറ്റവും ഭംഗിയായ വിധത്തിൽ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ട് പോകുന്നുണ്ടാവും. മക്കൾ എന്ന നിലക്കും, ഭർത്താവ് എന്ന നിലക്കും, കുടുംബനാഥൻ എന്ന നിലക്കും ഒക്കെ അവരെല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും. എന്നാൽ അതൊന്നും തന്നെ അവർക്ക് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നതിന് തടസ്സമാകുന്നേ ഇല്ല. അവര് സകല സംഗതികളും അള്ളാഹുവിൽ അർപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു ഇവിടെ തന്റെ പക്കലുള്ള ഉത്തമവും അനശ്വരവുമായ അല്ലെങ്കിൽ അക്ഷയവുമായ വിഭവങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. ലില്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസം ഉൾക്കൊള്ളുകയും തങ്ങളുടെ റബ്ബിന്റെ മേൽ സകലതും ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. അള്ളാഹു മാത്രാണ് ഏറ്റവും ആശ്രയിക്കാൻ പറ്റുന്ന ഇൻഷുറൻസ് സംവിധാനം. നമ്മള് ഭൗതിക ലോകത്ത് കണ്ടെത്തുന്ന ഇൻഷുറൻസ് സംവിധാനങ്ങളൊന്നും തന്നെ ഈ ആവശ്യമുള്ളപ്പോ ഉപകരിക്കും എന്ന ഒരു പ്രതീക്ഷ നൽകുന്ന സംഗതിയല്ല. അതൊക്കെ ഓരോ ചതിക്കുഴികളാണ്. എന്നാൽ അള്ളാഹുവിൽ തവക്കൽ ചെയ്താൽ അവന്റെ സംരക്ഷണവും അവന്റെ മേൽനോട്ടവും അവന്റെ കാവലും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ആളുകളുടെ തവക്കലിന്റെ സ്വഭാവം അതാണ്. അവര് വിശ്വാസം ഉൾക്കൊള്ളുന്നവരാണ്. എല്ലാവിധ പ്രയത്നങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവര് പൂർണ്ണമായിട്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് തയ്യാറായി നിൽക്കുന്നവരാണ്. അള്ളാഹു എപ്പോ വിളിക്കുകയാണെങ്കിലും തിരികെ ചെല്ലാനുള്ള സന്നദ്ധതയും തയ്യാറെടുപ്പും ഒക്കെ അവർക്കുണ്ട്. എന്നിട്ട് തുടർന്ന് അള്ളാഹു അവരുടെ പ്രത്യേകതകൾ, ഈ വിശ്വാസം ഉൾക്കൊള്ളുകയും അതുപോലെ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ അവർ കാണിക്കുന്ന ചില പ്രത്യേകതകളാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. വല്ലദീന യജ്തനിബൂന കബാഇറൽ ഇസ്മ. മഹാപാപങ്ങളെ അവയൊക്കെ കൈയൊഴിയുന്ന, അതിലൊന്നും ചെന്ന് ചാടാതിരിക്കുന്ന ആളുകളാണ് അവർ. കബാഇറുൽ ഇസ്മിലൊന്നും അവര് ചെന്ന് ചാടൂല. വൻ പാപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവും അവന്റെ പ്രവാചകനും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ചില കടുത്ത തിന്മകളുണ്ട്. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സ്വാഭാവികമായ പല സംഗതികളും ഒക്കെ ഉണ്ടായിന്ന് വരും. പക്ഷെ വലിയ തിന്മകളില്, വൻ പാപങ്ങളിലൊന്നും അവര് ചെന്ന് ചാടൂല. വല്ലദീന യജ്തനിബൂന കബാഇറൽ ഇസ്മ. കബാഇറുൽ ഇസ്മിനെ എല്ലാ നിലക്കും കൈവെടിയുന്നവരാണ് അവർ.
അവര് മഹാപാപങ്ങളിൽ നിന്നും അതുപോലെ മ്ലേച്ഛവൃത്തികളിൽ നിന്നും അകന്നു കഴിയുന്ന, അകലം പാലിക്കുന്ന ആളുകളാണ്. വല്ലദീന യജ്തനിബൂന, അവരകന്ന് മാറി, ഒഴിഞ്ഞു മാറി നിൽക്കും. ഏതിൽ നിന്നാണ്? കബായിറൽ ഇസ്ം, വൻ പാപങ്ങളിൽ നിന്ന്. അതുപോലെ വൽ ഫവാഹിഷ്, കുൽസിത പ്രവർത്തനങ്ങള്, രഹസ്യമായ പല മ്ലേച്ഛവൃത്തികൾ, ഇതൊക്കെയാണ് ഫവാഹിഷ്. അപ്പോ വൻ പാപങ്ങളിൽ നിന്നും മ്ലേച്ഛവൃത്തികളിൽ നിന്നൊക്കെ അവര് ഉദ്ദേശ്യപൂർവം അകലം പാലിക്കും. അതുപോലെ അവരുടെ ഒരു പ്രത്യേകത, വൈദാമ ഗളിബു, അവർക്ക് കടുത്ത കോപം അനുഭവപ്പെടുന്ന ജീവിതാനുഭവങ്ങളോ അവസരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ക്ഷോഭം ഉണ്ടാകുമ്പോ ഹും യഗ്ഫിറൂൻ, അപ്പൊ അവര് അള്ളാന്റെ ഒരു ഗുണാണ് പ്രകടിപ്പിക്കുക. പുറത്തു കൊടുക്കുന്നവൻ, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ. അള്ളാഹുവാണ് ഗാഫിറു ദംബ്, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവൻ എന്നത് ഒരു വിശേഷണമായിട്ട് സ്വയം സ്വീകരിച്ചിരിക്കുന്നവനാണ് അള്ളാഹു. എന്നാൽ ഈ വിശ്വാസികളുടെ ഒരു പ്രത്യേകതയായിട്ട് അള്ളാഹു കൂടെ പറയുന്നത്, വൈദാമ ഗളിബു, അവർക്ക് കോപം വന്നാൽ, ക്ഷോഭം അവരെ കീഴടക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നാൽ എന്ന് പറഞ്ഞാൽ, കടുത്ത ക്ഷോഭം അനുഭവപ്പെടാൻ കാരണമായ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ അവര് വലിയ കരുത്ത് കാണിക്കും. അതെങ്ങനെയാണ്? ഹും യഗ്ഫിറൂൻ, അവര് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് പുറത്തു കൊടുക്കുന്നവരായിക്കൊണ്ടാണ് അത് പ്രകടിപ്പിക്കുന്നത്. ക്ഷോഭം വരുമ്പോ പൊട്ടിത്തെറിക്കാൻ ആർക്കും കഴിയും. ക്ഷോഭം യാതൊരു നിയന്ത്രണവുമില്ലാതെ പ്രകടിപ്പിക്കുക എന്നത് ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ വിശ്വാസത്തിലൂടെ, തവക്കുലിലൂടെ കരുത്ത് നേടിയ ഒരാള് കോപം വരുമ്പോ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും പുറത്തു കൊടുക്കുകയാണ് ചെയ്യുക. ആളുകളോട് വിട്ടുവീഴ്ച ചെയ്തിട്ട് ആ കോപത്തെ വിഴുങ്ങിക്കളയുകയും, ഖാലിമീനൽ ഗൈൽ എന്ന് ഖുർആനിലൊരിടത്ത് പറയുന്നതാണ്, കോപത്തെ വിഴുങ്ങുന്നവർ. അപ്പൊ ഈ ആളുകള്, അവരെ വലിയ പ്രകോപനം അവരില് സൃഷ്ടിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായാൽ, വൈദാമ ഗളിബു, അവര് ഗളബിന് വിധേയമായാൽ, ഹും യഗ്ഫിറൂൻ, അവര് വേഗം അത് വിട്ടുവീഴ്ച ചെയ്ത് കോപത്തിനെ അടക്കിക്കളയും. വല്ലദീന ഇസ്തജാബൂ ലി റബ്ബിഹിം, അതുപോലെ അവര് റബ്ബിന്റെ, തങ്ങളുടെ നാഥന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നവരാണ്, ഉത്തരം തേടുന്നവരാണ് നാഥനോട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിളി ഉണ്ടാകുമ്പോ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും ശാസനകളും ഒക്കെ ഉണ്ടാകുമ്പോ അത് അതേപടി ഏറ്റുവാങ്ങി നിർവഹിക്കുന്നവരാണ്. വല്ലദീന ഇസ്തജാബൂ ലി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ, റബ്ബിനെ, അവന്റെ ശാസനകളെയും നിർദ്ദേശങ്ങളെയും അക്ഷരം പ്രതി അനുസരിക്കാൻ സന്നദ്ധരാകുന്നവരാണ് എന്നാണ് അർത്ഥം. വല്ലദീന ഇസ്തജാബൂ ലി റബ്ബിഹിം, ഇസ്തജാബു എന്ന് പറഞ്ഞാൽ അവർ ജവാബ് നൽകി, ഉത്തരം നൽകി എന്നാണ്. അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുക എന്നതിന്റെ മറ്റൊരു രൂപമാണ് അള്ളാഹുവിന്റെ ശാസനകളെ സ്വീകരിക്കുക, അതിനെ നടപ്പിലാക്കുക, അനുസരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുക എന്നത്. അപ്പോ വല്ലദീന ഇസ്തജാബൂ ലി റബ്ബിഹിം, അള്ളാഹുവിന്റെ അടുക്കൽ ഈ വിധത്തില് ക്ഷയിച്ചു പോകാത്ത ഏറ്റവും ഉത്കൃഷ്ടമായ വിഭവങ്ങള് വിശ്വാസികൾക്കും തവക്കുല് ചെയ്യുന്നവർക്കുമായിട്ട് ഒരുക്കി വെച്ചതാണെന്ന് പറഞ്ഞല്ലോ. ആ ആളുകളുടെ പ്രത്യേകതയാണ് തുടർന്ന് അള്ളാഹുവിടെ പറയുന്നത്. അവര് കബായിറുൽ ഇസ്മിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവരാണ്. ഫവാഹിഷിൽ നിന്നും അവര് അകന്നു നിൽക്കും. മ്ലേച്ഛവൃത്തികളിൽ നിന്നും, വൻ പാപങ്ങളിൽ നിന്നും. ഒരുപാട് വൻ പാപങ്ങൾ അങ്ങനെ ഹദീസുകളിലൊക്കെ വ്യക്തമാക്കപ്പെട്ട് കാണാൻ കഴിയും. കൊലപാതകവും സിഹ്ർ ചെയ്യലും അതുപോലെയൊക്കെയുള്ള വൻ പാപങ്ങൾ, അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നവരും അതേപോലെ തന്നെ അവര് മ്ലേച്ഛവൃത്തികൾ, വ്യഭിചാരം, ലൈംഗിക സദാചാരത്തിന്റെ പരിധികള് ലംഘിച്ചുകൊണ്ടുള്ള വഷളത്തരത്തിലേക്ക് പോകുന്ന നടപടികള്, ഇങ്ങനെയൊക്കെ ഉള്ളതിനെ പൂർണ്ണമായിട്ട് അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നവരായിരിക്കും. അള്ളാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ട് മാത്രമേ എന്ത് കാര്യവും അവർ ചെയ്യുള്ളൂ.
വൈദാമ ഗളിബു ഹും യഗ്ഫിറൂൻ, ക്ഷോഭം കീഴടക്കുന്ന വിധത്തിലുള്ള അവസരങ്ങളോ അനുഭവങ്ങളോ ഒക്കെ വന്നു ചേർന്നാൽ അവര് വല്ലാതെ വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവം പ്രകടിപ്പിക്കും. വല്ലദീന ഇസ്തജാബു ലിറബ്ബിഹിം, അവര് തങ്ങളുടെ റബ്ബിന്റെ ശാസനകൾ അനുസരിക്കുന്നവരും അവന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നവരുമാണ്. വഅഖാമുസ്സലാത്ത, അവര് അള്ളാഹുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഏറ്റവും പ്രകടമായ രൂപമാണല്ലോ നമസ്കാരം. അത് മുറ പോലെ കൃത്യതയോടെ നിലനിർത്തി പോരുന്നവരാണ് അവർ. ഒരിക്കലും അതിൽ വീഴ്ച വരുത്തൂല. നമസ്കാരം നിലച്ചുപോയാൽ അള്ളാഹുമായിട്ടുള്ള ഭാഷണം നിലച്ചുപോയി. നമസ്കാരം ആണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുമായിട്ട് നമുക്ക് ഏറ്റവും തപ്തമായ വിധത്തിലുള്ള ഒരു നെറ്റ്വർക്ക്, ഒരു ബന്ധം ഉണ്ടാക്കി തരുന്ന സംഗതി. നമസ്കാരം ഉപേക്ഷിച്ചു തുടങ്ങുന്നതോടുകൂടി അള്ളാഹുമായുള്ള ബന്ധം വേണ്ട എന്നാണ് ഒരാൾ തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല, ഇവര് അതിനെ നിലനിർത്തുന്നവരാണ്. അവരുടെ സ്വന്തം ജീവിതത്തിൽ മാത്രമല്ല, സമൂഹത്തിലൊരു സംവിധാനമായിട്ട് നമസ്കാരത്തെ അവർ നിലനിർത്തും. എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളവർ അള്ളാഹുവിനോട് തേട്ടങ്ങൾ നടത്തുന്നവരായി മാറുന്നതിന്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് നമസ്കാരം. അതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അവര് അർഹതയുള്ളവരായി മാറുന്നത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ പോലെ മിംബഅദി മാ ഖനതു എന്ന് പറഞ്ഞല്ലോ. അങ്ങേയറ്റം നിരാശ പൂണ്ടവരായി മനുഷ്യര് മാറിയ ഘട്ടത്തില് സ്വാഭാവികമായിട്ടും മനസ്സ് തട്ടിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഒരു തേട്ടം ഉയരും. അതിനുള്ള പ്രതികരണമായിട്ടാണ് അവൻ സമൃദ്ധിയുടെ മഴ ഇറക്കി തരുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ പ്രാർത്ഥന, ഇതൊക്കെ നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് അധികവും. നമസ്കാര ശേഷവും നമസ്കാരത്തിന് മുമ്പും ഒക്കെയാണ് ഈ മഴയ്ക്ക് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥനകൾ ആളുകൾ നിർവഹിക്കുക. അപ്പൊ ഇത് ഇങ്ങനെ തേടുന്ന ആളുകൾക്ക് വഅഖാമുസ്സലാത്ത, നമസ്കാരം അതിന്റെ സംവിധാനവും അതിന്റെ രീതിയും ഒക്കെ ആ ക്രമത്തില് നിലനിർത്തി പോരുന്ന ആളുകളാണ് അവർ. അംറുഹും ശൂറാ ബൈനഹും, അവരുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് അള്ളാഹുവിടെ പറയുന്ന അവരുടെ കാര്യങ്ങളൊക്കെയും തന്നെ അവർക്കിടയിൽ അവര് ശൂറ ചെയ്തുകൊണ്ടാണ് തീരുമാനിക്കുക. കൂടിയാലോചനയിലൂടെയാണ് തീരുമാനിക്കുക. ശൂറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചനയാണ്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്തു കൂടി ഇത് പരാമർശിക്കുന്നുണ്ട്. അംറുഹും ശൂറ ബൈനഹും എന്ന് ഇവിടെ പറഞ്ഞ പോലെ മറ്റൊരിടത്ത് ഷാബിറുഹും ഫിൽ അംർ, കാര്യങ്ങൾ അവരുമായി കൂടിയാലോചന നടത്തൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിർദ്ദേശം നൽകിയത് കാണാം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് കാര്യത്തിലേക്ക് നമ്മൾ തിരിയുമ്പോഴും അവരുടെ താല്പര്യങ്ങളോ അവരുടെ അവകാശങ്ങളോ ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ആളുകളോട് കൂടിയാലോചന ചെയ്തുകൊണ്ടാണ് ഒരു നടപടി സ്വീകരിക്കേണ്ടതുള്ളത്. അപ്പോ അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിശ്വാസികള് അള്ളാഹുവിന്റെ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അവര് ജനങ്ങളുമായിട്ട് കൂടിയാലോചന നടത്തും. ഇസ്ലാമിന്റെ പൊതുകാര്യങ്ങളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വമാണിത്, ശൂറ ചെയ്യുക എന്ന്. അത് നിത്യജീവിതത്തിലെ കുടുംബ ജീവിതത്തിലെ വിഷയങ്ങൾ തൊട്ട്, അപ്പോഴാണല്ലോ ഒരാള് മറ്റൊരാളുമായി സമ്പർക്കപ്പെടുന്ന അയാളുടെ താല്പര്യങ്ങൾ കൂടി നമ്മളുടെ നടപടികളിൽ കൂടിക്കലർന്നതായിട്ട് മാറുക. ഒരാൾ ഒരു തുരുത്തില് ഒരു ദ്വീപില് തനിച്ച് താമസിക്കുകയാണ്, വേറൊരാളും ഇല്ല അവിടെയെങ്കിൽ അവിടെ കൂടിയാലോചന അയാൾക്ക് അയാളോട് തന്നെ നടത്താനുള്ളൂ, വേറെ ആരോടും നടത്താനില്ല. പക്ഷെ സാമൂഹ്യ ജീവിതത്തിന്റെ ഏത് തലത്തിലേക്ക് വരുമ്പോഴും, അതൊരു കുടുംബജീവിതം തുടങ്ങുന്ന ഘട്ടം മുതൽ ആ കുടുംബത്തിലെ കാര്യങ്ങൾ, വിശാലമായ ഗോത്രത്തിന്റെയോ അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിന്റെയോ കാര്യങ്ങൾ, അങ്ങനെ ഒരു ഗ്രാമത്തിന്റെ കാര്യങ്ങൾ, ഒരു നാടിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള വിധത്തില് സമൂഹവുമായി ഇതര മനുഷ്യരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളില് മുസ്ലിം
സമൂഹം തീർച്ചയായിട്ടും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യക്തിപരമായിട്ട് തന്നെ അള്ളാഹു നിർദ്ദേശിക്കുകയുണ്ടായത് എല്ലാ സന്ദർഭങ്ങളിലും ഓരോ പൊതുവിഷയങ്ങൾ വരുമ്പോൾ ജനങ്ങളുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് തീരുമാനത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. ഒരു രാഷ്ട്രത്തിന്റെ സംവിധാനം ആലോചിക്കുമ്പോൾ അവിടെയും ആരാണ് അവരുടെ കൈകാര്യകർത്താക്കളാവേണ്ടത്, ഭരണം നിർവഹിക്കേണ്ടത്, ഉത്തരവാദിത്വങ്ങളും ചുമതലകളും നിർവഹിക്കേണ്ടത് എന്നതൊക്കെ തീരുമാനിക്കപ്പെടാൻ അതിന്റെ ആരുടെയൊക്കെ താല്പര്യങ്ങളും ആരുടെയൊക്കെ അവകാശങ്ങളുമാണോ ആ വിഷയത്തിൽ അടങ്ങിയിട്ടുള്ളത് അവർക്കൊക്കെയും അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടാവണം. വിയോജിപ്പുകൾ രേഖപ്പെടുത്താനും എതിർപ്പുകൾ പങ്കുവെക്കാനും ഒക്കെ അവസരം ഉണ്ടാവണം. അവരുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് നിർഭയമായിട്ട് ആ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് തീരുമാനങ്ങളിലേക്ക് എത്തേണ്ടത്. അങ്ങനെയാകുമ്പോൾ അവരുടെ പൂർണ്ണമായ യോജിപ്പും പിന്തുണയും ആ സംരംഭത്തിൽ ഉണ്ടാകും. ഇല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന ഒരാള് സ്വേച്ഛാധിപത്യപരമായ വിധത്തില് തന്റെ ഇഷ്ടം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടാവില്ല, അവരുടെ പിന്തുണയും ഉണ്ടാവുകയില്ല. യുക്തിപരമായി നോക്കുമ്പോൾ പോലും അത് വളരെ ബുദ്ധിശൂന്യമായ ഒരു നടപടിയാവും. എന്നാൽ ഇസ്ലാം അതിന്റെ അടിസ്ഥാനപരമായ ഒരു അധ്യാപനം എന്ന നിലക്കാണ് വാംറുഹും ശൂറ ബൈനഹും എന്ന നിലക്ക് അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. അവര് എല്ലാ കാര്യങ്ങളും കൂടിയാലോചന ചെയ്തുകൊണ്ടാണ് ഒരു തീരുമാനത്തിലെത്തുക. കൂടിയാലോചിക്കുമ്പോൾ എന്റെ അഭിപ്രായം സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാന് പിണങ്ങി പോവുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് ക്ഷോഭിക്കുകയല്ല വേണ്ടത്. അവിടെ കൂടിയാലോചനയില് നമുക്ക് കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ ശരി തെറ്റുകളൊക്കെ വ്യക്തമാക്കി നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താം. എന്നിട്ട് ഒരു കൂട്ടായ്മയുടെ ഒരു തീരുമാനമായിട്ട് വരുന്നതാണ് പിന്നെ നടപ്പിലാക്കപ്പെടേണ്ടത്. നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ വിലയിരുത്തലിലോ വരുന്ന കാര്യം മാത്രമാവണമെന്നില്ല ശരി. മറ്റുള്ളവർ കൂടി പറയുന്നത് കേൾക്കാനും ഉൾക്കൊള്ളാനും അവയെ കൂടി കാര്യങ്ങളുടെ തീരുമാനമെടുക്കുന്നതിൽ അവരുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നതിനും ഒരു സ്പേസ് ഉണ്ടാവണം. ഇതിനാണ് ആധുനിക കാലഘട്ടത്തില് ജനാധിപത്യ രീതി എന്ന് പറയുന്നത്. പക്ഷേ ജനാധിപത്യം ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയ്ക്ക് യൂറോപ്പിൽ ഉദയം ചെയ്ത കാലത്തും ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിലുള്ള വിധത്തിലും അതില് അള്ളാഹുവിന്റെ മാർഗദർശനം, പ്രവാചകന്റെ അധ്യാപനം തുടങ്ങിയ സംഗതികൾക്കൊന്നും ഒരു സ്പേസും ഇല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കൂടിയാലോചനാ സംവിധാനത്തില് അള്ളാഹുവും അവന്റെ ദൂതനും പഠിപ്പിച്ച നിയമനിർദ്ദേശങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു കൂടിയാലോചനയാണ് ഉയർത്തി കാണിക്കപ്പെടുന്നത്. അവയെ അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും അധ്യാപനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടോ വെല്ലുവിളിച്ചുകൊണ്ടോ ഉള്ള ഒരു ജനാഭിപ്രായം തേടലല്ല ഇസ്ലാമില് ജനാധിപത്യം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം ആരായാലും അവരുടെ നിലപാടുകളും പിന്തുണയും ഒക്കെ ഉണ്ടാകുന്ന വ്യക്തത ഉണ്ടാകുന്ന വിധത്തിൽ ചർച്ച ഉണ്ടാകുക, അല്ലെങ്കിൽ കാര്യങ്ങളിൽ അവരുടെ നിലപാട് എന്താണ് എന്നത് തേടുക എന്നൊരു കാര്യം അത് ഇസ്ലാം അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നു. ഇതിലേതാണ് മെച്ചപ്പെട്ടത്? യൂറോപ്പ് മുന്നോട്ട് വെച്ച ജനാധിപത്യമാണോ, അതല്ല പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളില് കൂടിയാലോചനയിലൂടെ തീരുമാനത്തിലേക്ക് എത്തുക എന്ന ഈ നിർദ്ദേശമാണോ ഉത്തമമായത് എന്നത് നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന്, യൂറോപ്പ് മുന്നോട്ട് വെക്കുന്ന ആ ജനാധിപത്യ ആശയങ്ങൾക്ക് ഒരു ആദർശപരമായ യാതൊരു അടിത്തറയില്ല. ഭൂരിപക്ഷം വരുന്ന ആളുകൾ തീരുമാനിക്കുന്ന സംഗതി ചിലപ്പോ അങ്ങേയറ്റത്തെ അബദ്ധമാവാം, അതുപോലെ ദൈവിക നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തുന്ന വിധത്തിലാവാം, അക്രമപരമായതാവാം. ഇങ്ങനെയാണല്ലോ യൂറോപ്പിൽ പല യുദ്ധങ്ങളും തുടങ്ങിയിട്ടുള്ളത്. അവർ കൂടിയാലോചിച്ചൊക്കെ തീരുമാനിച്ചതായിരിക്കും, പക്ഷെ തീരുമാനം ഏറ്റവും വലിയ അക്രമം ചെയ്യാനാവും.
അതിനാണ് അവർ പരസ്പരം കൈകോർത്ത് പിന്തുണ കൊടുത്തിട്ടുണ്ടാവുക. രണ്ട് ലോക മഹായുദ്ധങ്ങള് കൂടിയാലോചനയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നടത്തിയതാണ്. പക്ഷെ അത് അള്ളാഹുവിനെയോ അവന്റെ ദൂതനെയോ അവര് നടത്തിയിട്ടുള്ള നിർദ്ദേശങ്ങളെയോ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കൂടിയാലോചനയല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കൂടിയാലോചന എന്നത് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും വകവെച്ചുകൊണ്ട് അവര് പഠിപ്പിച്ച ഒരു ജീവിത ദർശനത്തിന്റെ അതിർവരമ്പുകൾക്ക് അകത്തു നിന്നുകൊണ്ടുള്ള കൂടിയാലോചനയാണ്. അതാണ് ഇസ്ലാമിന്റെ ശൂറ സംവിധാനവും പടിഞ്ഞാറ് പഠിപ്പിച്ച ജനാധിപത്യ സംവിധാനവും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം വളരെ പ്രധാനമാണ്, അത് മനസ്സിലാക്കേണ്ടതും തന്നെയാണ്. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ നിത്യമായി അനന്തമായി അനുഭവിക്കാനുള്ള ജീവിത വിഭവങ്ങൾ അത് ഏറ്റവും ഉത്തമമായതും ഏറ്റവും അക്ഷയമായതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ട് അത് വിശ്വാസികൾക്കും തവക്കുല് ചെയ്യാൻ സന്നദ്ധതയുള്ളവർക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവരെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. അവര് എല്ലാ വൻപാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവരും മ്ലേച്ഛവൃത്തികളെ നിന്ന് അകലം പാലിക്കുന്നവരുമാണ്. അവർക്ക് കോപമോ ക്ഷോഭമോ ഒക്കെ അനുഭവപ്പെട്ടാൽ അവര് എളുപ്പത്തിൽ അത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അത് പരിഹരിക്കും. അതുപോലെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് കാതോർക്കുകയും അല്ലെങ്കിൽ അവർക്ക് ഉത്തരം ചെയ്യുകയും ചെയ്യുന്നവരാണ് അവർ. അതുപോലെ നമസ്കാരം നിലനിർത്തുന്നവരും അവരുടെ കാര്യങ്ങൾ അവർക്കിടയിൽ വളരെ വിശദമായി കൂടിയാലോചന ചെയ്തുകൊണ്ട് തീരുമാനിക്കുന്നവരുമാണ്. അപ്പൊ ഇതില് ജനങ്ങളുടെ അവകാശങ്ങൾ പരിഗണിക്കപ്പെടുക എന്നുള്ള വളരെ പ്രധാനമാണ്. ഞാനൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഗുണമായാലും ദോഷമായാലും ഒരു സമൂഹം ഒന്നടങ്കമാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമൂഹത്തിന് അക്കാര്യത്തിൽ പറയാനുള്ളത് എന്താണ് എന്നത് ചോദിച്ചറിയുകയും അവരുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ സ്വന്തം നിലക്ക് തീരുമാനിച്ച് അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അതിന് സ്വേച്ഛാധിപത്യം എന്നാണ് പറയാം. സ്വേച്ഛാധിപതികളാണ് യഥാർത്ഥത്തില് താഗൂത്ത് എന്ന വിധത്തിൽ അള്ളാഹു ചിലയിടത്ത് പരാമർശിച്ചേ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ വ്യവസ്ഥയെ അവർ ധിക്കരിക്കുന്നു, അതോടൊപ്പം തന്നെ ജനങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് സ്വന്തം ഇച്ഛ മറ്റുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരാണ് താഗൂത്തുകൾ, സ്വേച്ഛാധിപതികൾ ആയി പരിഗണിക്കപ്പെടുക. അതിന്റെ ഒരുപാട് വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വിശ്വാസികൾ അങ്ങനെ ആവുകയില്ല. അവര് അമ്രുഹും ഷൂറ ബൈനഹും എന്നത് ഉൾക്കൊള്ളുന്നവരാണ്. അവരുടെ കാര്യം തീരുമാനിക്കപ്പെടുന്നത് അവർക്കിടയിലുള്ള കൂടിയാലോചനയുടെ ഫലമായിട്ടാണ് എന്നതാണ്. ഇതാണ് ഇസ്ലാമിക ജനാധിപത്യം. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അംഗീകരിക്കുന്ന സമൂഹം അവര് പഠിപ്പിച്ച ഒരു നിയമവ്യവസ്ഥക്ക് അകത്ത് നിന്നുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും കാര്യത്തിൽ കൂടിയാലോചന നടത്തും. ഇപ്പോ ഉദാഹരണത്തിന് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് അമുസ്ലിം വിഭാഗങ്ങൾ ഉണ്ടെന്ന് നോക്ക്, യഹൂദരും ക്രൈസ്തവരും ഹൈന്ദവരും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും മതകീയ ജീവിതവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തില് ഇസ്ലാമിക ഭരണകൂടം ഏകപക്ഷീയമായിട്ട് എന്തെങ്കിലും തീരുമാനിച്ച് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുക. അവരുമായി കൂടിയാലോചന നടത്തിയിട്ട് അവരുടെ വിശ്വാസവും അതുപോലെ ആരാധനാ കർമ്മങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള സംവിധാനങ്ങൾക്ക് സ്പേസ് ഒരുക്കും. അത് അവരുമായി കൺസൾട്ട് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള മുസ്ലിം സമൂഹം ഉണ്ടെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ആ പാർലമെന്റില് അവർക്കൊരു പ്രത്യേകമായിട്ട് സംവരണം ചെയ്ത സീറ്റുകൾ തന്നെ ഉണ്ടാവും. അവര് പാർലമെന്റിൽ അംഗങ്ങളായിട്ട് വരും. അവർക്ക് പറയാനുള്ളത് അവർ പറയും, അത് കേൾക്കും. ഭരണാധികാരികൾ അത് കേട്ടുകൊണ്ടാണ് രാഷ്ട്രത്തിന്റെ പൊതുകാര്യങ്ങളിലായാലും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമുള്ള കാര്യങ്ങളിലായാലും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും എന്നത് അതിന്റെ ഒരു സ്വാഭാവികമായ ഒരു സംഗതിയാണ്. ഇതേപോലെ തന്നെ സ്ത്രീകളും സമൂഹത്തിലെ അവശ്യ വിഭാഗങ്ങളും ഒക്കെ തന്നെ അവരുടെ കാര്യങ്ങളിലുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാൻ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാവും. ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിൽ എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു ഭരണാധികാരി മുതിരുകയാണെങ്കിൽ അയാള് താഗൂത്താണ്, സ്വേച്ഛാധിപതിയാണ്, ധിക്കാരിയാണ്. അയാള് ഇസ്ലാമിന്റെ ലേബലിൽ നിലകൊള്ളാൻ അർഹതയില്ലാത്ത ഒരാളാണ്.
ഞാൻ ഏത് വിഭാഗത്തിൽ പെട്ടവനാണെങ്കിലും ഒരു കൂടിയാലോചനയിൽ നിർഭയത്വത്തോടു കൂടി അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് അത് ഇസ്ലാമിന്റെ കൂടിയാലോചന രീതിയായി മാറുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അമ്രുഹും ശൂറ ബൈനഹും, അവരുടെ കാര്യങ്ങള് തീരുമാനിക്കപ്പെടുന്നത് അവർക്കിടയിലുള്ള കൂടിയാലോചനയുടെ ഫലമായിട്ടാണ്, രീതിയിലാണ് എന്നതാണ്. അപ്പൊ ഏത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും അവരുമായിട്ട് കൂടിയാലോചന നടത്തിക്കൊണ്ടാണ് അത് നിർവഹിക്കപ്പെടേണ്ടത്. വിശ്വാസികളുടെ മാത്രം കാര്യത്തിൽ പോലും അവര് കൂടിയാലോചനയുടെ ഫലമായിട്ട്, ശൂറയുടെ ഫലമായിട്ട് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയുള്ളൂ, ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പൊ മിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, തുടർന്ന് അള്ളാഹു ഇവിടെ പറയുന്നത് അവര് നാം അവർക്ക് നൽകിയവയിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നവരുമാണ് എന്നാണ്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വിഭവങ്ങളെ അള്ളാഹു നൽകിയിട്ടുള്ളത്, സമ്പത്ത് നൽകിയിട്ടുള്ളത് അങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാൻ വേണ്ടിയുള്ളതല്ല, ചെലവഴിക്കാൻ വേണ്ടിയാണ് തന്നിട്ടുള്ളത്. അല്ലാത്ത ഒരു വിഭവവും ഇവിടെ ഇല്ല. തീർന്നു പോകുന്നുള്ള ഭയം കാരണമായിട്ട് ചെലവഴിക്കാതെ വെക്കാൻ, അങ്ങനെ സൂക്ഷിച്ച് കയ്യിൽ പിടിക്കാൻ വേണ്ടി അള്ളാഹു ഒന്നും ഇവിടെ നൽകിയിട്ടില്ല. ഉപയോഗിച്ച് തീരാനുള്ളതാണ്. ഈ ലോകം തന്നെ ഒരു നാൾ അവസാനിച്ചു പോകും, നിലച്ചു പോകും. അതിന്റെ മുമ്പായിട്ട് പ്രയോജനപ്പെടുത്താനുള്ളതാണ് ഇവിടെയുള്ള എല്ലാ വിഭവങ്ങളും. ഈ ഒരു ബോധത്തോടു കൂടി വിശ്വാസികള് അവന് നൽകപ്പെട്ടതൊക്കെയും അവന്റെ ആവശ്യത്തിന്, അവന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന്, സമൂഹത്തിന്റെ ആവശ്യത്തിന് അള്ളാഹുവിന്റെ മാർഗത്തില് ഒക്കെ ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. ചെലവഴിക്കണ്ട 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 എന്ന വർത്തമാനം അവരുടെ ഭാഗത്തു നിന്ന് കേൾക്കാൻ കഴിയില്ല. അത് ചെലവഴിക്കാനാണ് അവരിൽ പ്രേരണ ഉണ്ടാവുക. നല്ലതിനായിരിക്കും, ഏറ്റവും ഉപകാരപ്രദമായതിനായിരിക്കും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കയ്യിലിരിപ്പ് എന്നുള്ള നിലക്ക് പോലും ഒരു പരിധിയിൽ കൂടുതൽ ഒരു സംഭരിച്ചു വെക്കുക എന്നുള്ള ഒരു പരിപാടി ഇസ്ലാം അനുവദിക്കുന്നില്ല. ചെലവഴിക്കാൻ വേണ്ടിയാണ്, നമ്മളുമായി ബന്ധപ്പെട്ട നമുക്ക് തന്നെയും നമ്മുടെ ചുറ്റുപാടുമുള്ള ഒക്കെ ആളുകളുടെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു നമ്മുടെ കയ്യിൽ വിഭവങ്ങൾ തന്നിട്ടുള്ളത്. അതാണ് അവരെ കാര്യത്തിൽ മനസ്സിലാക്കുക. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അവർ. വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗയ്യു, ഇനി അവരുടെ വേറൊരു പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. അവരെ അക്രമപരമായിട്ട് ആരെങ്കിലും നേരിട്ടു എന്ന് വെക്കുക, ബഗയ്യുണ്ടായി, അവർക്കെതിരിൽ അതിക്രമം ഉണ്ടായി എന്ന് വെക്കുക. അങ്ങനെ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു വ്യക്തിയുടെ നേരെ മറ്റുള്ളവര് അതിക്രമം കാണിച്ചുകൊണ്ട് കടന്നു കയറുക എന്നുള്ളത് സമൂഹങ്ങളുടെ നേരെയും ഉണ്ടാവുക. വ്യക്തികളായാലും സമൂഹങ്ങളായാലും അവരുടെ നേരെ അക്രമപരമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ കൺമുന്നിലുള്ള ഒരു ചിത്രം, ഒരു രാജ്യത്തിന്റെ നേരെ മറ്റൊരു രാജ്യം വളരെ അന്യായമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആക്രമിച്ചു കയറുകയാണ്. അതിന്റെ നായകനെയും അതിന്റെ നേതാക്കന്മാരെയും ഒക്കെ കൊന്നുകളയുന്ന ഒരു അക്രമം അഴിച്ചു വിടുന്ന ഒരു പ്രവർത്തനം ഉണ്ടായി. ലോകമാകെ അതിന്റെ പേരിൽ വലിയ ഫസാദിൽ അകപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ബഗയ്യുണ്ടായാൽ, അക്രമം ഉണ്ടായാൽ എന്താ അവർ ചെയ്യുക? നമ്മൾ സമാധാനത്തിന്റെ ആളുകളാണ്, നമ്മൾ ഒന്നിലേക്കും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയല്ല ചെയ്യാം. അള്ളാഹു ഇവിടെ പറയുന്നത്, ഒരു കൂട്ടര് ഈ വിശ്വാസികളുടെ നേരെ അക്രമം ഉണ്ടായാൽ അതിനെ നോക്കി നിൽക്കുന്നവരെല്ലാവരും വഹും യന്തസിറൂൻ, അവരത് പല്ലും നഖവും ഉപയോഗിച്ച് നേരിടും. യന്തസിറൂ എന്ന് പറഞ്ഞാൽ അതേ നാണയത്തിൽ അവരത് തിരിച്ചടിച്ചിട്ട് അതിനോട് പ്രതികരിക്കും. അതാണ് അതിന്റെ ഒരു സ്വഭാവം. അള്ളാഹു അതിനുള്ള ആ പദം അറബി ഭാഷയിൽ അത് നൽകുന്ന സൂചന യഫൂസൂൻ, യഗ്ലിബൂൻ, അതുപോലെ യഖ്ഹറൂൻ, യഖുദൂന ഹഖഹും വയന്തഖിമൂൻ എന്നൊക്കെയാണ്. തങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി അവര് അതികഠിനമായിട്ട് തിരിച്ചടിക്കും. അതുപോലെ അവര് പ്രതികാരം എടുക്കുന്നവരായിട്ട് തന്നെ രംഗത്ത് വരും. അക്രമം ചെയ്യുന്നവരുടെ മുന്നിൽ അത് എത്ര കരുത്തനാണെങ്കിലും തോറ്റു കൊടുക്കുന്ന ഒരു പരിപാടി വിശ്വാസികളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്നേ ഇല്ല. അക്രമം ചെയ്യുന്നവരെ അതിശക്തമായി നേരിടാം, അവന്റെ അണപ്പല്ല് അടിച്ചൊടിക്കും എന്നാണ് ഒരു മുഫസ്സിർ അതിന് കൊടുത്തിട്ടുള്ള വിശദീകരണം.
അവര് ബഹയി നേരിടേണ്ടി വരികയാണ്, അന്യായമായിട്ട് അക്രമം നേരിടേണ്ടി വരികയാണെങ്കിൽ, വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗി, അവര് ബഗയി നേരിടേണ്ടി വരികയാണെങ്കിൽ ഹും യന്തസിറൂൻ, അവര് അതിശക്തമായിട്ട് തിരിച്ചടിക്കും. അതിൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കൂല അവര്. എനിക്ക് 100 കൊല്ലം ജീവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്, എന്റെ പദ്ധതികൾ നടപ്പിലാകാൻ ഇപ്പൊ ഞാൻ അതിലേക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുന്നവരല്ല. ദുൽമ് ചെയ്താൽ, ബഗി ചെയ്യണ കണ്ടാൽ അവര് അതിശക്തമായിട്ട് തിരിച്ചടിക്കും. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അത് ഇസ്സത്തിന്റെ ഭാഗമാണ്. അവിടെ ഇങ്ങനെ തോറ്റു നിന്ന് പത്തി മടക്കി നിന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ദുർബലനായ, ഏറ്റവും അവശനായ ഒരാളുടെ നിലപാടാണ്. ഒരു വിശ്വാസി കരുത്താണ് കാണിക്കുക. കരുത്ത് നൽകുന്ന ഇസ്സത്താണ്, അഭിമാന ബോധമാണ് അവനെ നയിച്ചുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് അൽഹംദുലില്ലാഹ് പടച്ചതമ്പുരാന്റെ വലിയൊരു അനുഗ്രഹം എന്ന് തന്നെ പറയണം. ഇസ്ലാമിക സമൂഹത്തിന് അതിന്റെ എല്ലാ നിലക്കുമുള്ള ഇസ്സത്ത് കൈമോശം വന്ന ഒരു ചരിത്രഘട്ടത്തില് ഈ ഇസ്സത്ത് ഏറ്റവും ഏറെ പ്രകടിപ്പിച്ചുകൊണ്ട് അതിക്രമത്തിനെ ചെറുത്ത് നിൽക്കുന്ന ഒരു അതിവിസ്മയകരമായ കാഴ്ചയാണ് നമുക്ക് ഈ പിന്നിട്ട നാളുകളിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോ വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗയു ഹും യന്തസിറൂൻ, ബഗി ഉണ്ടായാൽ, അതിക്രമം നേരിടേണ്ടി വന്നാൽ അതിൽ അന്നേരം അവര് ദുർബലരാവില്ല. അതേസമയത്ത് വിജയം നേടി ശക്തി കാണിച്ചുകൊണ്ട് ഇസ്സത്തോടു കൂടി നിലക്കൊള്ളുമ്പോഴോ അക്രമകാരികൾക്കും വിശ്വാസികൾ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്ത് അവർക്ക് പുറത്തു കൊടുത്ത് മാപ്പ് കൊടുത്ത് വിടും. അത് അവരുടെ വേറൊരു പ്രത്യേകതയാണ്. എന്നാൽ ദുൽമ ചെയ്തുകൊണ്ട് മേക്കെട്ട് കയറാൻ വരുന്ന ഒരുത്തനെയും സമാനമായ രീതിയിലുള്ള ശക്തമായ തിരിച്ചടി കൊടുക്കാതെ വിശ്വാസികൾ വിടൂല. അതാണ് യഥാർത്ഥ വിശ്വാസികളുടെ സ്വഭാവം. അവര് ഇവിടെ പറയുന്നത് ഇദാ അസ്വാബഹുമുൽ ബഗി, വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗി ഹും യന്തസിറൂൻ, അക്രമം നേരിടേണ്ടി വന്നാൽ അവര് അതിശക്തമായിട്ട് തന്നെ അതിനെ നേരിടും, അതിനെ ചെറുക്കും, അതിന് തിരിച്ചടി കൊടുക്കും. അവര് പ്രതികാര ദാഹത്തോടു കൂടി തന്നെ പ്രതികരിക്കും. അത് അക്രമികളുടെ നേരെയാണ് കേട്ടോ, പാവങ്ങളുടെ നേരെയല്ല, ദുർബലരുടെ നേരെയല്ല, തോറ്റ് പത്തിമടക്കിയ ആളുകളുടെ മുന്നിലല്ല. നമുക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടര് എന്ന് കണ്ടുകൊണ്ട് അവരെ മുഴുവനും കൊന്നൊടുക്കുക എന്നുള്ളതല്ല. അക്രമം അവസാനിപ്പിക്കുന്നത് വരെ അവര് പോരാടും, ചെറുത്തു നിൽക്കും. ഇത് വിശ്വാസികളുടെ ഒരു പ്രത്യേകതയായിട്ട് അവരാണ് അള്ളാഹുവിന്റെ അക്ഷയമായ വിഭവങ്ങളുടെ അവകാശികളായിട്ട് വരുന്നത് എന്നാണ് അള്ളാഹു മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.